You always want you can't have. ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് സ്കൂളിന്റെ ക്രേസി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട തംബ്നെയിലിൽ കണ്ട ആ സാധനമാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതിന് വേണ്ടി ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയാണ് ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്ത് കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് നോക്കി ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒട്ടും നേരം വയ്ക്കാതെ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായി നമുക്ക് ഒരു ബലൂൺ ആവശ്യമുണ്ട്, പിന്നെ ഒരു കോട്ടന്റെ നൂൽ ആവശ്യമുണ്ട്, പിന്നെ ഫെവിക്കോളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമായി വേണ്ടി വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിനായി നമുക്ക് ആദ്യം ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചെടുക്കാം. നമ്മൾ ബലൂൺ ഒരു മീഡിയം രൂപത്തിൽ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം കിട്ടാം. ഇപ്പോൾ നമ്മൾ ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്കിലേക്ക് കിടക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഫെവിക്കോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഇത് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കോട്ടന്റെ നൂലെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ചധികം നൂൽ എടുത്തതിനു ശേഷം ഈ പശയിൽ നന്നായി മിക്സ് ചെയ്യാം. എല്ലായിടത്തും പശയാവുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നൂലിന്റെ പശ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബലൂണിൽ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബലൂണിൽ ഈ നൂൽ ചുറ്റി കൊടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് നൂൽ ചുറ്റാം. നമ്മൾ ഈ നൂൽ മുഴുവനായി ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. നമുക്കിത് നേരെ വെയിലത്ത് കൊണ്ടുപോയി ഉണങ്ങാൻ വെക്കാം. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ബലൂൺ പൊട്ടിച്ച് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ നൂൽ ബലൂണിന് ഒപ്പരം ഒട്ടിയിട്ട് ചുളുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം ഉണങ്ങുന്നവരെ ഇന്ന് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ ഒന്ന് ഉണ്ടാക്കിയിരുന്നു. അത് ഒരു ദിവസം മുഴുവൻ ഉണക്കാൻ വെച്ചതിന് ശേഷം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബൾബ് സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. Still my heart, the moment I laid out.
അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ ഞങ്ങൾ ടിക്ടോക്കിലുള്ള ഒരു ചാനലുണ്ട്, അതിൻ്റെ ഒരു അക്കൗണ്ട് ഞങ്ങൾ ടിക്ടോക്കിൽ, അതായത് ക്രിയേറ്റേഴ്സ് ഒക്കെ എന്ന സ്പേസിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ചാനലിന് ഫോളോ ഈ ചാനലിനും സബ്സ്ക്രൈബ് നൽകി ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ മറ്റൊരു ടെക്നോളജി വീഡിയോ എത്തുന്നവരെ അബുലിനോടൊപ്പം ദിസ് ഇസ് ആശിഷ് സൈനിങ് ഓഫ്.